السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا إنك أنت العليم الحكيم. അൽഹംദുലില്ലാഹ്, നമ്മൾ പഠനം ആരംഭിക്കുന്നത് അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഷെയ്ഖ് സാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദുല്ല അൽ ഫൗസാൻ ഹഫിദഹുല്ലാ രചിച്ച കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കർമ്മശാസ്ത്ര സംഗ്രഹമാണ് ഇവിടെ ഷെയ്ഖ് അവറുകൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മുഖദ്ദിമ മുതൽ മുഖവര മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രപഞ്ച സൃഷ്ടാവായ, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനാകുന്നു എല്ലാവിധ സ്തുതികീർത്തനങ്ങളും. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ ഖാതമിൻ നബിയ്യീൻ. അന്തിമ ദൂതനായ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തുകളും സലാമുകളും വർഷിക്കുമാറാകട്ടെ. വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അതേപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും അവരെ ശരിയാവിധം പിന്തുടർന്ന ഖിയാമത്ത് നാൾ വരെയുള്ള സകലർക്കും അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയുമെല്ലാം വർഷിക്കുമാറാകട്ടെ. അമ്മാ ബഅദു, ഹംദ്, സ്വലാത്ത്, സലാം എന്നിവകൾക്ക് ശേഷം, ഫഹാദ മുലഖസുൻ ഫിൽ ഫിഖ്ഹി. ഇത് കർമ്മശാസ്ത്രത്തിൽ ഉള്ള ഒരു സംഗ്രഹമാണ്. മഖ്റൂനുൻ ബി അദില്ലതിഹി മിനൽ കിതാബി വസ്സുന്നഹ. ഇത് മുസന്നിഫ്, ഗ്രന്ഥരചയിതാവ്, ഇത് രചിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നുമുള്ള അദില്ലത്തുകളുടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫിഖ്ഹിനെ ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. ഇത് രചിക്കാനുണ്ടായിരുന്ന സന്ദർഭമാണ് ശേഷം വിവരിക്കുന്നത്. കുന്തു അൽഖൈതുഹു ഫിൽ ഇദാഅത്തി അലാ ഹലഖാത്തിൻ. മുസന്നിഫ് ഹഫിളഹുല്ലാഹ് സൗദി അറേബ്യയിലെ റേഡിയോ സംപ്രേക്ഷണത്തിലൂടെ വ്യത്യസ്ത ഹലക്കകളിലായി, എപ്പിസോഡുകളിലായി നടത്തിയിരുന്ന ഒരു പ്രോഗ്രാമാണിത്. വഖദ് തഖററ ത്വലബു മിമ്മൻ സമിഉ. ധാരാളം ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണിത്. പല ആളുകളും മുതിർന്നതായ പണ്ഡിതന്മാരോട് പല കാര്യങ്ങളെ സംബന്ധിച്ചും സംശയം ചോദിക്കുകയും ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ലോകത്ത് പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളും രൂപപ്പെട്ടത്.
അതേപോലെ തന്നെ ഷെയ്ഖ് അവറുകൾ പറയുകയാണ്, ഈ റേഡിയോയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രോഗ്രാമിന്റെ ശ്രോതാക്കൾ അവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, വലഹു അലയ്യ ബിതുബാഅതി, ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ലിയബ്ഖൽ ഇന്തിഫാഉ ബിഹി ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് മുഖേനയുള്ളതായ പ്രയോജനം എന്നെന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വമാ കുന്തു അൻവി ദാലിക ഹാല ഇഅദാദി, ഈ പ്രോഗ്രാം തയ്യാർ ചെയ്യുന്ന സമയത്ത് ഇത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള നെയ്യത്ത് എനിക്കുണ്ടായിരുന്നില്ല. വലാകിൻ നുസൂലൻ ഇൻദ റഗ്ബത്തിൽ കസീർ, ധാരാളം ആളുകളുടെ ആഗ്രഹം കണക്കിലെടുത്തുകൊണ്ട് അഅദ്തു നദറ ഫീ, എൻ്റെ ഈ തീരുമാനത്തെ പുനഃപരിശോധിക്കുകയും വറത്തബ്തുഹു വഖദ്ദംതുഹു ലിത്തിബാഅ, അത് ക്രമപ്പെടുത്തുകയും പ്രസിദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. വഹാ ഹുവ ബൈന യദൈക അയ്യുഹൽ ഖാരിഉൽ കരീം, അങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതായ വായനക്കാരുടെ മുന്നിലുള്ളതായ ഈ ഗ്രന്ഥം. ഫമാ വജദ്ത ഫീഹി മിൻ സവാബിൻ വഫായിദ, ഇതിലെന്തെങ്കിലും നന്മകളും ഗുണങ്ങളും സത്യവും നീ കണ്ടെത്തുകയാണെങ്കിൽ ഫൽ ഫദ്ലു ഫീഹി റാജിഉൻ ഇലല്ലാഹി വഹദ, അത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, എൻ്റെ മേന്മയല്ല, എൻ്റെ കഴിവുകളോ ശ്രേഷ്ഠതയോ അല്ല, അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നതായ ഔദാര്യം മുഖേന അള്ളാഹുവിൻ്റെ ഫദ്ലാണത്. വമാ വജദ്ത ഫീഹി മിൻ ഖതഇൻ ഫഹുവ മിന്നി, ഇതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നുള്ളതായ അബദ്ധമാണ്, എനിക്ക് പറ്റിയിരിക്കുന്ന തെറ്റാണ്. അതുകൊണ്ട് വസ്തഗ്ഫിറുല്ലാഹ്, അതിന് ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. ശേഷം മുസന്നിഫ് പറയുന്നു, വഖദ് ലഖസ്തുഹു മിൻ കിതാബി അർ-റൗദുൽ മുർബിഅ, ഇത് അർ-റൗദുൽ മുർബിഅ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഇതിനെ സംഗ്രഹിച്ചിരിക്കുന്നത്. റൗദുൽ മുർബിഅ എന്ന് പറഞ്ഞാൽ സാദുൽ മുസ്തഖ്നിഅ എന്നതായ ഗ്രന്ഥത്തിന്റെ ഷർഹാണ്, വിവരണമാണ്. റൗദുൽ മുർബിഅ രചിച്ചിരിക്കുന്നത് ഇമാം അൽ ബുഹൂത്തി റഹിമഹുള്ളയാണ്. അദ്ദേഹം സാദുൽ മുസ്തഖ്നിഅ എന്നതായ ഇമാം മൂസ ബിൻ അഹ്മദ് ബിൻ മൂസ അൽ ഹജാവി അൽ മഖ്ദസി റഹിമഹുള്ളയുടെ സാദുൽ മുസ്തഖ്നിഅനെ അതിനെ വിവരിച്ച അർ-റൗദുൽ മുർബിഅ, അതിൽ നിന്നാണ് ഇതിനെ സംഗ്രഹിച്ചിരിക്കുന്നത്. സാദുൽ മുസ്തഖ്നിഅ എന്നുള്ളത് അൽ മുഖ്നിഅ എന്ന ഇമാം മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റഹിമഹുള്ളയുടെ ഗ്രന്ഥത്തിന്റെ ഷോർട്ടാണ് സാദുൽ മുസ്തഖ്നിഅ. അതിനെ ഷറഹ് ചെയ്തിരിക്കുകയാണ് റൗദുൽ മുർബിഅ. ആ റൗദുൽ മുർബിഅന്റെ ഒരു സംഗ്രഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ മുസന്നിഫ് ഹഫിളഹുല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഒമിൻ ഹാഷിയത്തിഹി ലിൽ അല്ലാമ അഷ്ശൈഖ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ ഖാസിം റഹിമഹുല്ലാഹു തആല, ഈ റൗദുൽ മുർബഇന് വളരെ പ്രമുഖനായൊരു പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ ഖാസിം റഹിമഹുല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ അൽ ഫതാവൽ കുബ്ര എന്ന ധാരാളക്കണക്കിന് വാള്യങ്ങളിലായി രചിക്കപ്പെട്ട ഗ്രന്ഥം ക്രോഡീകരിച്ചത് ഷെയ്ഖ് അവറുകളാണ്. അദ്ദേഹം റൗദുൽ മുർബഇന് ഹാഷിയ, അതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന വിവരണങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്, അവലംബിച്ചിട്ടുണ്ട്. അതിനെയും ചുരുക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ്. മഅബഅൽ തൻബീഹാത്തി മിന്നി ഇദാ മറത്ത് മുനാസബ, എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ചില ഉണർത്തലുകൾ എൻ്റെ ഭാഗത്ത് നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഹാദാ വഅസ്അലുല്ലാഹ സുബ്ഹാനഹു വതആല അൻ യുവഫിഖനാ ജമീഅൻ ലിൽഇൽമി നാഫിഅ വൽ അമലി സ്വാലിഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നാം എല്ലാവർക്കും നാഫിആയ ഇൽമ ലഭിക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി. ഇതിനുശേഷം ഇതിൽ ഈ ഒരു ആമുഖത്തിന് ശേഷം ദീനിൽ ഫിഖ്ഹ് പഠിക്കുന്നതിൻ്റെ, അവഗാഹം നേടുന്നതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച ഒരധ്യായം കൂടി മുസന്നിഫ് ഹഫിളഹുല്ല കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷമാണ് കിതാബിലേക്ക്, അതിൻ്റെ അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്ലു തഫഖുഹി ഫിദ്ദീൻ, ദീൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ദീൻ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ
وعلى آله وصحابته والتابعين لهم بإحسان إلى يوم الدين. ഹംദ്, സ്വലാത്ത്, സലാം എന്നിവകൾക്ക് ശേഷം فإن التفقه في الدين من أفضل الأعمال. ദീനിൽ അവഗാഹം നേടുക എന്നത്, ഫിഖ്ഹ് പഠിക്കുക എന്നുള്ളത്, അത് ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മമാണ്. നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത്, ഹജ്ജ്, ഇതുപോലുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെ പോലെ തന്നെ വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ഇബാദത്താണെന്ത്? ഇൽമു പഠിക്കൽ. അപ്പോൾ ഇൽമു പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഇതൊരു ഇബാദത്താണ്. ഫർദ് ആയ നിർബന്ധമായ നമസ്കാരങ്ങൾ, അതുപോലുള്ളതായ കർമ്മങ്ങൾക്ക് ശേഷം ഒരാൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ദീനിൽ ഇൽമു പഠിക്കുക എന്നുള്ളത്, ഫിഖ്ഹ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ, സമ്പത്ത്, അതിനുവേണ്ടി നാം ചെലവഴിക്കുന്ന ആരോഗ്യം, ഇതെല്ലാം വലിയ പ്രതിഫലാർഹമായിരിക്കുന്നതായ ഒരു ഇബാദത്തിന്റെ ഭാഗമാണ്. വഹുവ അലാമത്തുൽ ഖൈർ എന്ന് മാത്രമല്ല, ഒരാൾക്ക് അള്ളാഹു നന്മ നൽകുന്നുണ്ടോ ഇല്ലയോ, ഒരാളിൽ അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനുള്ള തെളിവും അവൻ ഫിഖ്ഹ് പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്, ദീൻ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ ഖൈർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നന്മ ചൊരിയാൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എന്താണ് അവന് ചെയ്യുക? കുറെ സമ്പത്ത് കൊടുക്കുക എന്നുള്ളതല്ല, കുറെ സ്ഥാനങ്ങളും പദവികളും സൗകര്യങ്ങളും കൊടുക്കുക എന്നുള്ളതല്ല. ഒരാൾക്ക് അള്ളാഹു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ചെയ്യുക, അവനെ ദീനിൽ ഫഖീഹാക്കി മാറ്റും, ഇൽമുള്ളവനാക്കി മാറ്റും, അവഗാഹമുള്ളവനാക്കി മാറ്റും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുക. കാരണം എന്താണ്? അതിനുള്ള കാരണം വദാലിക ലിഅന്ന തഫഖുഹ ഫിദ്ദീനി യഹ്സുലു ബിഹിൽ ഇൽമുൻ നാഫിഅ. ഫിഖ്ഹിൽ, ദീനിൽ അവഗാഹം നേടുമ്പോഴാണ് ഒരാൾക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം ലഭിക്കുക. ഇൽമു ഉപകാരപ്രദമായതുണ്ട്, ഉപകാരമില്ലാത്തതുണ്ട്. ഉപകാരപ്രദമായ വിജ്ഞാനം ഒരാൾക്ക് ലഭിക്കുക ദീനിനെ സംബന്ധിച്ചുള്ള അവഗാഹം നേടുമ്പോഴാണ്. അല്ലദീ യഖൂമു അലൈഹിൽ അമലു സ്വാലിഹ്. ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാകണമെങ്കിൽ, അത് നേരെ ചൊവ്വെ നിലനിൽക്കണമെങ്കിൽ അതിന് ഉപകാരപ്രദമായ ഇൽമു വേണം. അപ്പോൾ ഒരാളുടെ കർമ്മങ്ങൾ, മറ്റുള്ള കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിന് ഇൽമു വേണം, ഉപകാരപ്രദമായ ഇൽമു വേണം. ഉപകാരപ്രദമായ ഇൽമ് എന്നുള്ളത് ദീൻ പഠിക്കുക എന്നുള്ളതിലൂടെയാണ് ഒരാൾക്ക് ലഭിക്കുക. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ നിയോഗിച്ചു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അൽ ഹുദയും ദീനുൽ ഹഖുമായിട്ട്, സന്മാർഗവും സത്യദീനുമായിട്ട്. എന്താണ് ഇവിടെ ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫൽ ഹുദ ഹുവ അൽ ഇൽമുൻ നാഫിഅ. ഇവിടെ ഹുദയുമായി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനവുമായി അയച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. വദീനുൽ ഹഖ്, സത്യദീൻ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഹുവ അൽ അമലു സ്വാലിഹ്, സൽക്കർമ്മവുമാണ്. അപ്പോൾ ഒരാളുടെ സൽക്കർമ്മം ശരിയാകണമെങ്കിൽ അതിനെന്ത് വേണം? ഇൽമുൻ നാഫിഅ വേണം, പ്രയോജനപ്രദമായ ഇൽമു വേണം. അത് ലഭിക്കണമെങ്കിൽ ദീൻ പഠിക്കൽ എന്താണ്? അനിവാര്യമാണ് എന്നുള്ളതാണ്. വഖദ് അമറ അല്ലാഹു സുബ്ഹാനഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്അലഹു സിയാദത മിനൽ ഇൽം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ഇൽമിൽ വർധനവിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. ഖാല തആല വഖുർ റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹു തആല പറഞ്ഞു, നബിയെ താങ്കൾ പ്രാർത്ഥിക്കുക, റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇൽമു വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നബിയോട് പ്രാർത്ഥിക്കാൻ പറയാണ്. വലിയ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ വഹി ഇറക്കി കൊടുക്കുന്നയാളാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിങ്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നബിയോട് ഇൽമ് കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറയാണ്. അപ്പൊ നമ്മൾ എത്ര അധികം പ്രാർത്ഥിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു.
ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഈ കൽപ്പന മാനിച്ചുകൊണ്ട് നബി നിരന്തരം പ്രാർത്ഥിക്കും. അപ്പോൾ വഹ്യ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പ്രാർത്ഥിക്കാൻ പറയുന്നു, നബി പ്രാർത്ഥിക്കുന്നു. قال الحافظ ابن حجر رحمه الله, حافظ ابن حجر العسقلاني رحمه الله പറഞ്ഞു, وقوله عز وجل وقل رب زدني علما. ഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന അല്ലാഹുവിന്റെ ഈ വാക്യം വാദിഹു ദലാലതി ഫീ ഫദ്ലി ഇൽം, ഇൽമിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച ഏറ്റവും പ്രകടമായ സുവ്യക്തമായ തെളിവാണിത്. ഇൽമിന് എത്ര മഹത്വമുണ്ട് എന്നതിലേക്ക് അറിയിക്കുന്ന വളരെ പ്രകടമായ ഒരു തെളിവാണിത്. കാരണം لأن الله لم يأمر نبيه صلى الله عليه وسلم بطلب الازدياد من شيء إلا من العلم. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യത്തിലും വർധനവ് ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. ഇല്ലാ മിനൽ ഇൽം, ഇൽമിൽ നിന്നല്ലാതെ. ഇൽമിൽ മാത്രമാണ് വർധനവിന് വേണ്ടി ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇതൊന്നും എന്ത് ചെയ്തില്ല, വർധനവിനെ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടില്ല. വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് ഇൽമു മാത്രമാണ്. അപ്പൊ ഇൽമിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്ന് വളരെ പ്രകടമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്. മാത്രമല്ല വഖദ് സമ്മൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മജാലിസ് അല്ലതി യുതഅല്ലമു ഫീഹാ അൽ ഇൽം, ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന മജ്ലിസുകൾ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത്, പേര് വിളിച്ചത് ബിരിയാദുൽ ജന്ന, സ്വർഗത്തിന്റെ തോപ്പ്, സ്വർഗത്തിലെ റിയാദ്, സ്വർഗത്തോപ്പുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നാമകരണം ചെയ്തത്. വഅഖ്ബറ അന്നൽ ഉലമാഅ ഹും വറസത്തുൽ അംബിയാ, ഇൽമ് പഠിച്ച നേടിയ ഉലമാക്കൾ അവർ അമ്പിയാക്കളുടെ അനന്തരവന്മാരുമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദാത്തുകൾ ഒന്നുകിൽ ഫർളായിരിക്കും, അല്ലെങ്കിൽ സുന്നത്ത് ആയിരിക്കും. ഫർളായ ഇബാദാത്തുകളിൽപ്പെട്ടതാണെന്ത്, ഇൽമു പഠിക്കുക എന്നുള്ളത്. ഇൽമ രണ്ട് വിധമുണ്ട്, ഒന്നുകിൽ ഫർളായതായിരിക്കും, ഫർള് ഐനായതായിരിക്കും, ഓരോ വ്യക്തിയും പഠിക്കേണ്ടതുണ്ട്. നമസ്കാരം ഓരോ വ്യക്തിയും പഠിക്കണം. അതേപോലെ തന്നെ നോമ്പ്, സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവൻ അതിനെക്കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളുകൾ കച്ചവടത്തിന്റെ നിയമങ്ങൾ പഠിക്കണം, അത് അവരുടെ മേൽ നിർബന്ധമാണ്. ഫർള് കിഫായായ ഇൽമുണ്ടാകും. അപ്പോൾ ഒന്നുകിൽ ഫർള് ഓരോ വ്യക്തിയും പഠിക്കേണ്ടതുണ്ടാകും, അതല്ലെങ്കിൽ സമൂഹത്തിൽ ആരെങ്കിലും പഠിച്ചാൽ മതിയാവും. ദീനിന്റെ ശരീഅത്തിന്റെ ആഴത്തിലുള്ളതായ അറിവ് എല്ലാവരും പഠിക്കൽ എല്ലാവരുടെ മേൽ നിർബന്ധമല്ല, എന്നാൽ സമൂഹത്തിൽ ആരെങ്കിലും എല്ലാം പഠിക്കണം. പക്ഷെ എന്നാലും അത് ഫർള് കിഫായയാണ്, ഫർള് തന്നെയാണ്, സാമൂഹികമായ ബാധ്യതയാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അപ്പൊ ഇൽമ് പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ള ഇബാദത്താണ്. ഒരാൾ ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങളെക്കാൾ എന്താണ് ശ്രേഷ്ഠമാണ് എന്ത്, കാരണം ഫർളിനാണ് കൂടുതൽ പ്രതിഫലം. ഫർളിന്റെ പ്രതിഫലത്തിന് പിന്നിലാണ് എന്ത് വരിക, സുന്നത്തായ കർമ്മങ്ങൾ വരിക. അപ്പോൾ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ധാരാളം സമയം കണ്ടെത്തുക. അത് വലിയൊരു ഇബാദത്താണെന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കുകയും വേണം. വലാ ശക്ക അന്നൽ ഇൻസാന ഖബല അൻ യുഖദിമ അലാ അദാഇ അമലിൻ മാ, ഒരു സംശയവും വേണ്ട, ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ലാബുദ്ദ അൻ യഅരിഫ ത്വരീഖത അല്ലതി യുഅദ്ദി ബിഹാ ദാലികൽ അമല അലാ വജ്ഹിഹി സ്വഹീഹ്, ആ ജോലി എങ്ങനെയാണ് ശരിയാവിധം പ്രവർത്തിക്കേണ്ടത്, നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള മാർഗങ്ങൾ പഠിച്ചറിയൽ നിർബന്ധമാണ്. ഇതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഏതൊരു മനുഷ്യൻ ഏതൊരു പ്രവൃത്തിയുമായി രംഗത്ത് വരുന്നവനാകട്ടെ, അത് ഭൗതികമായ ചില കാര്യങ്ങളായിരിക്കും. ഒരാൾ മെഡിസിൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് ഇറങ്ങുന്നു. അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന ശരിയായ മാർഗത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടാണ് വേണം എന്ത് ചെയ്യാൻ, അത് പ്രവർത്തിക്കാൻ. അത് പഠിക്കാതെ അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഹത്താ യകൂന ഹാദൽ അമലു സഹീഹൻ, എങ്കിൽ മാത്രമേ ആ ജോലി എന്താവുള്ളൂ, ശരിയായി നിർവഹിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ.
മുഅദ്ദിയൻ ലിനതീജതിഹി അല്ലതി തുർജാ മിൻ വറാഇ, അത് ചെയ്യുന്നത് മുഖേന എന്താണോ അതിന്റെ നതീജ അവൻ ആഗ്രഹിക്കുന്നത്, റിസൾട്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ശരിയാവിധം ലഭിക്കണമെങ്കിൽ അതെങ്ങനെ നിർവഹിക്കണമെന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. ഏത് അമലും എങ്ങനെയാണ്. ഫകൈഫ യുഖദിമുൽ ഇൻസാനു അലാ ഇബാദത്തി റബ്ബി, അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് പ്രവേശിക്കുക? അല്ലതി തതവഖഫു അലൈഹാ നജാതുഹു മിനൻ നാരി വദുഖൂലുഹു അൽ ജന്ന, അള്ളാഹുവിനുള്ള ഇബാദത്താണ് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഇബാദത്തിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രവേശിക്കാൻ സാധിക്കുക? കൈഫ യുഖദിമു അലാ ദാലിക ബിദൂനി ഇൽമിൻ, ഇൽമില്ലാതെ എങ്ങനെ അവർക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും? ഇൽമോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അമലുകൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനുള്ള ഇബാദത്ത് പൂർണ്ണമായ ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് സംശയമില്ലാത്ത വ്യക്തമായ കാര്യമാണ്. വമിൻ സമ്മ ഇഫ്തറഖ അന്നാസു ബിന്നിസ്ബതി ലിൽ ഇൽമി വൽ അമലി സലാസ ഫിറഖിൻ, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇൽമു പഠിക്കുന്നതിന്റെയും അത് പ്രാവർത്തികമാക്കുന്നതിന്റെയും കാര്യത്തിൽ മനുഷ്യന്മാർ 3 വിധമുണ്ട്. അല്ലാഹു സിറാത്തൽ മുൻഅമി അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആരാണവർ? അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്ത അമ്പിയാക്കളുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് അള്ളാഹു മാർഗദർശനം നൽകിയത് ഈ വിഭാഗത്തിനാണ്. വഹസുന ഉലൈക റഫീഖ, അവരത്ര നല്ല കൂട്ടുകാരാണ്. അപ്പോൾ ഒരാൾക്ക് അമ്പിയാക്കന്മാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇൽമു പഠിക്കുകയും അതിനനുസരിച്ച് അമൽ ചെയ്യുകയും വേണം. ഇതാണ് ഒരു വിഭാഗം. ഇൽമു പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യരിലുള്ള ഒരു വിഭാഗം അവരാണ്. അൽ ഫരീഖു സാനി, രണ്ടാമത്തെ വിഭാഗം അല്ലദീന തഅല്ലമൂ അൽ ഇൽമ നാഫിഅ, അവർ പ്രയോജനപ്രദമായ നാഫിആയ ഇൽമു പഠിച്ചവരാണ്, പഠിക്കുന്നുണ്ട്. പക്ഷേ വലം യഅമലൂ ബി, അതിനവരെന്ത് ചെയ്യുന്നില്ല? അമൽ ചെയ്യുന്നില്ല. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇൽമ് പ്രയോജനപ്പെടണമെങ്കിൽ അത് അമൽ ചെയ്യേണ്ടതുണ്ട്. പഠിച്ചിരിക്കുന്ന ഈ ഇൽമുകൾക്കനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ ഒരാൾ പഠിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അതുകൊണ്ട് അമൽ ചെയ്യുന്നില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. വഹഉലാഇ ഹുമുൽ മഗ്ദൂബു അലൈഹിം, അവരാണ് കോപത്തിനിരയാക്കപ്പെട്ട ആളുകൾ. അള്ളാഹു കോപിച്ചവരാണ് കൂട്ടറാൾ. മിനൽ യഹൂദി വമൻ നഹാ നഹവഹു, അതാരാണ്? അത് ജൂതന്മാരാണ്, യഹൂദികളാണ്. യഹൂദികൾ മാത്രമല്ല, ഈ വിഷയത്തിൽ അവരെ പിന്തുടരുന്ന സകലരും ആ വിഭാഗത്തിലാണ്. അള്ളാഹുവിന്റെ കോപത്തിനിരയായവരാണ്. അവർക്ക് ഇൽമുണ്ട്, സത്യം എന്താണെന്ന് തിരിച്ചറിവുണ്ട്, ബോധ്യമുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അത് സ്വീകരിക്കുന്നില്ല, അത് അമൽ ചെയ്യുന്നില്ല എന്നുള്ളതിനാൽ. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം അൽ ഫരീഖു സാലിസ് അല്ലദീന യഅമലൂന ബിലാ ഇൽമി, അമലുകൾ ധാരാളം ചെയ്യും. അള്ളാഹുവിന് ഇബാദാത്തുകൾ അർപ്പിക്കും. ചിലപ്പോൾ നമസ്കാരങ്ങളാകാം, നോമ്പാകാം, ദാനധർമ്മങ്ങളാകാം, ഹജ്ജുകളാകാം, ഉംറകളാകാം, അദ്കാറുകളാകാം, ധാരാളം ഇബാദാത്തുകൾ ചെയ്യും. പക്ഷെ ബിലാ ഇൽമി, അത് ശരിയാവിധമായിരിക്കുകയില്ല. എങ്ങനെ ചെയ്യണമെന്നാണോ പഠിപ്പിക്കപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്തായിരുന്നു ആ വിഷയത്തിൽ, എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതേപോലെ ആയിരിക്കുകയില്ല. അപ്പൊ ഇൽമില്ലാതെ കുറേ ഇബാദത്തുകൾ ധാരാളം കഷ്ടപ്പെടുന്നുണ്ടാകും, ധാരാളം സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടാകും, ആരോഗ്യം ചെലവഴിക്കുന്നുണ്ടാകും. ചില ആളുകളെ കാണാൻ അങ്ങനെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നു. പക്ഷെ അത് നിഷ്ഫലമായിരിക്കും, ഫലശൂന്യമായിരിക്കും. ആരാണവർ? വഹഉലാഇ ഹും അഹ്ലു ളലാൽ മിനൻ നസാറ വമൻ നഹാ നഹ്വഹും, അവരാണ് വഴിപിഴച്ച, വഴിതെറ്റിപ്പോയ ആളുകൾ. മുസ്തഖീമായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചവരാണവർ. നസാറാക്കളും ഈ വിശേഷണത്തിൽ അവരെ പോലെയുള്ള ആളുകളും ഇൽമില്ലാതെ ധാരാളം അമലുകൾ ചെയ്യുന്നു. അങ്ങനെയുള്ളവരും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതാണ് മൂന്നാമത്തെ വിഭാഗം. അപ്പൊ ഇവിടെ 3 വിഭാഗമുണ്ട്. ഇൽമും അമലും യോജിപ്പിച്ചവർ, ഇൽമുണ്ട് അമലില്ലാത്തവർ, അമലുണ്ട് ഇൽമില്ലാത്തവർ. ഇതാണ് 3 വിഭാഗം ആളുകൾ ഈ വിഷയത്തിൽ. എന്നിട്ട് മുസന്നിഫ് പറയുന്നു, വയഷ്മലു ഹാദിഹിൽ ഫിറഖ സലാസ ഖൗലുഹു തആല ഫീ സൂറത്തുൽ ഫാത്തിഹ. ഈ 3 വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലത്തി നഖറഉഹാ ഫീ കുല്ലി റക്അത്തിൻ മിൻ സ്വലവാത്തിന, നമ്മുടെ നമസ്കാരങ്ങളിൽ ഓരോ റക്അത്തുകളിലും അത് നമ്മൾ പാരായണം ചെയ്യുകയാണ്.
ഈ മൂന്ന് വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം പറയാനും അത് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അല്ലാഹു നിയമമാക്കിയിരിക്കുകയാണ്. ഇതിൽ ഇൽമും അമലുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. വഴിവഴച്ചു പോയ കോപത്തിനിരയായ ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ അല്ലാഹു ചെയ്തിരിക്കുകയാണ്, കൽപ്പിച്ചിരിക്കുകയാണ്. ഏതാണ് ആ വാക്യങ്ങൾ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലേക്ക്, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ, അതിനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതായത് നീ അനുഗ്രഹം ചെയ്ത ആളുകളുടേതായ മാർഗം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, കോപത്തിനിരയാക്കപ്പെട്ട ആളുകളുടെ മാർഗമല്ല, വഴിവഴച്ചു പോയ ആളുകളുടെയും മാർഗമല്ല, അതല്ലാത്ത നിന്റെ അനുഗ്രഹത്തിന് വിധേയമായ ആളുകളുടെ മാർഗത്തിൽ നീ ഞങ്ങൾ എന്ത് ചെയ്യണമേ, ആക്കണമേ. അപ്പോ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നവർ ഇവരാണ്, ഇൽമും അമലുമുള്ളവരാണ്. അള്ളാഹു കോപിച്ചവർ ഇൽമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അമലില്ല. വഴിതെറ്റിപ്പോയവർ അമലുകൾ ചെയ്യുന്നു, പക്ഷെ ഇൽമിന്റെ അടിസ്ഥാനത്തിലില്ല. قال الإمام الشيخ محمد بن عبد الوهاب رحمه الله, شيخ الإسلام محمد بن عبد الوهاب رحمه الله പറഞ്ഞു, وأما قوله تعالى غير المغضوب عليهم ولا الضالين എന്നുള്ളതായ അള്ളാഹുവിന്റെ ഈ വാക്യം, ഫൽ മഗ്ലൂബു അലൈഹിം, ഇവിടെ പറയപ്പെട്ട കോപത്തിനിരയാക്കപ്പെട്ടതായ വിഭാഗം, ഹുമുൽ ഉലമാ, അവർ ഇൽമുള്ള ആളുകളാണ്, ഇൽമു പഠിച്ചവരാണവർ. അല്ലദീന ലം യഅമലൂ ബിഇൽമിഹിം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആ ഇൽമിന് അനുസൃതമായി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ് ഇവിടെ പറഞ്ഞ അൽ മഗ്ദൂബു അലൈഹിം എന്നത്. വദ്ദാല്ലൂൻ, ദ്വാല്ലൂൻ എന്ന് പറഞ്ഞത് അൽ ആമിലൂന ബിലാ ഇൽമി, ഇൽമില്ലാതെ കുറെ അധികം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. എന്നിട്ട് പറഞ്ഞു ഫൽ അവ്വലു, ഒന്നാമത്തെ അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ, സിഫത്തുൽ യഹൂദി, അത് ജൂതന്മാരുടെ ഗുണമാണ്, ജൂതന്മാരുടെ വിശേഷണമാണത്. വസ്താനി സിഫത്തുൻ നസാറ, രണ്ടാമത്തേത് നസാറാക്കളുടെ ഗുണവുമാണ്, വിശേഷണവുമാണ്. അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരും, രണ്ടാമത്തേത് വഴിപിഴച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസാറാക്കളുമാണ്. എന്നിട്ട് ഇമാം അവർ വിശദീകരിക്കുകയാണ്, വകസീറും മിനന്നാസ്, ധാരാളം ആളുകൾ, ഇദാ റആ ഫി തഫ്സീരി അന്നൽ യഹൂദ മഗ്ദൂബുൻ അലൈഹിം, തഫ്സീറുകളിൽ ഇങ്ങനെ കാണാം, ഇവിടെ മഗ്ദൂബ് അലൈഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? യഹൂദന്മാരാണ്. വഅന്ന നസാറ ളാല്ലൂൻ, നസാറാക്കളാണ് വഴിപിഴച്ചവർ എന്നത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുമ്പോൾ വന്നൽ ജാഹിൽ, ചില ആളുകൾ, ധാരാളം ആളുകൾ അവർ കരുതുന്നത്, വിചാരിക്കുന്നത് അന്ന ദാലിക മഖ്സൂസും ബിഹിം, അത് അവർക്ക് മാത്രം പ്രത്യേകമായതാണ്. അവരല്ലാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു, അവർ വഴിപഴച്ചു പോയിരിക്കുന്നു, നമുക്കത് ബാധകമല്ല എന്നാണ് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നത്, കരുതുന്നത്. വഹുവ യഖറഉ അന്ന റബ്ബഹു ഫാരിദുൻ അലൈഹി അൻ യദ്ഉ ബിഹാദ ദുആ, അവനെന്ത് ചെയ്യുന്നുണ്ട്, ഈ ദുആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്റെ റബ്ബ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ള അവനറിയാം. എന്നിട്ട് അവൻ പാരായണം ചെയ്യുന്നുണ്ട്. വയതഅവ്വദു മിൻ ത്വരീഖി അഹ്ലി ഹാദിഹി സിഫാത്ത്, ഈ വിശേഷണങ്ങളുള്ള ആളുകളുടെ മാർഗത്തിൽ നിന്ന് എന്തു ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനോട് രക്ഷയും ചോദിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നുള്ള ബോധം അവർക്കില്ല. ഞാനും ഈ വഴിയിൽ പെട്ടുപോകാതിരിക്കാനാണ്. അവരുടെ വിശേഷണങ്ങൾ എനിക്ക് ഉണ്ടാകാൻ പാടില്ല. വഴിവഴച്ച ആളുകളൊക്കെ എന്താണോ പറ്റിയത് എനിക്ക് ഉണ്ടാകാൻ പാടില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരിൽ പെട്ടുപോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൽമുണ്ട്, ഞാൻ അമൽ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു കോപിച്ച ആളുകളെ പോലെയാണ്. ഞാൻ കുറെ അമലുകൾ ചെയ്യുന്നു, പക്ഷെ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ വഴിതെറ്റിപ്പോയ ആളുകളെ പോലെയാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ചെയ്യണത്, ഇത് നിരന്തരം നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പൊ അതിനെന്ത് വേണം, പഠിക്കേണ്ടതുണ്ട്, അമൽ ചെയ്യേണ്ടതുണ്ട്. ഫയാ സുബ്ഹാനല്ലാഹ് കൈഫ യുഅല്ലിമുഹുല്ലാഹു ഇയ്യാ, എങ്ങനെയാണെന്ന് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുകയാണ് മനുഷ്യനെ. വയഖ്താറുഹു ലഹു, ഇത് മനുഷ്യന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ പ്രാർത്ഥന. വയഫ്രിദു അലൈഹി അൻ യദ്ഉ റബ്ബഹു ബിഹി ദായിമൻ, എന്നിട്ട് നിത്യവും ഇതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. മഅ അന്നഹു ലാ ഹദറ അലൈഹി മിൻ, അതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ആരും തന്നെ എന്തില്ല, ഒരു ജാഗ്രതയും കാണിക്കുന്നില്ല. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അവരെന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുകയോ ജാഗ്രത പുലർത്തുകയോ ചെയ്യുന്നില്ല. വലാ യതസവ്വറു അന്ന ഫിഅലഹു ഹാദാ വദന്നു സൂഇ ബില്ലാഹ്, ഇന്ദഹാ കലാമു ശൈഖ് റഹ്മത്തുള്ളാഹി. അപ്പോ
ഇവൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. ഇത് അള്ളാഹുവിനെ കുറിച്ച് ഒരു സൂഹുവെന്ന് വെച്ച് പുലർത്തലാണ് എന്നതിനെ സംബന്ധിച്ച് അവൻ മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ ഇത് അള്ളാഹു ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. അത് നമ്മൾ ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധം ചെയ്യേണ്ടതുണ്ട്, നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാക്യം അവിടെ കഴിയുകയാണ്. എന്നിട്ട് പറഞ്ഞു വഹുവ യുബയ്യിനു ലനാ അൽ ഹിക്മ ഫീ ഫരീദതി ഖിറാഅതി ഹാദിഹി സൂറത്തിൽ അളീമ. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഈ സൂറത്ത് പാരായണം ചെയ്യാൻ അള്ളാഹു നിർബന്ധമാക്കിയതിന്റെ ഹിക്മത്ത് എന്താണെന്ന് ആണ് വിശദീകരിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം. അതായത് സൂറത്തുൽ ഫാത്തിഹ ഫീ കുല്ലി റക്അത്തിൻ മിൻ സ്വലവാത്തിന, നമ്മുടെ ഓരോ നമസ്കാരങ്ങളിലും ഇത് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഫർദിഹ വനഫലിഹ, ഫർദ് നമസ്കാരത്തിലും സുന്നത്തിലും. എന്തുകൊണ്ടാണ് അങ്ങനെ? ലിമാ തഷ്തമിലു അലൈഹി മിനൽ അസ്റാരിൽ അളീമ, അതിൽ ധാരാളം രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാരണത്താലാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലത്തി ജുംലതിഹ ഹാദ ദുആഉൽ അളീം, അതിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം രഹസ്യങ്ങളുടെ അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ മഹത്തായ പ്രാർത്ഥന. അൻ യുവഫ്ഫിഖന അല്ലാഹു ലിസുലൂകി ത്വരീഖി അസ്ഹാബിൽ ഇൽമി നാഫിഅ വൽ അമലി സ്വാലിഹ്. ഏതാണ് ആ പ്രാർത്ഥന? ഇൽമ് നേടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വഴിയിൽ അല്ലാഹുവേ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, അതിനുള്ള തൗഫീക്ക് നീ നൽകണമേ എന്നാണ് ആ പ്രാർത്ഥന. അല്ലദീ ഹുവ ത്വരീഖുൻ നജാതി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ ഒരാൾക്ക് രക്ഷപ്പെടണോ ആഖിറത്തിൽ രക്ഷപ്പെടണോ അതിനുള്ള മാർഗം അത് തന്നെയാണ്. വയുജന്നിബന ത്വരീഖൽ ഹാലിക്കീൻ, അതേപോലെ തന്നെ നാശകാരികളായ ആളുകളുടെ മാർഗത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കി തരണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, അകറ്റിക്കളയണം. അല്ലദീന ഫർറതു ബിൽ അമലി സ്വാലിഹ്, അവർ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയവരാണ്. ഔ ബിൽ ഇൽമി നാഫിഅ, അല്ലെങ്കിൽ നാഫിഅ ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയവരാണ്. അപ്പോൾ അവരുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റണം, എന്നിട്ട് അനുഗ്രഹം ചെയ്ത ഇൽമും അമലുമുള്ള ആളുകളുടെ വഴിയിൽ നീ ഞങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഇത് പഠിക്കാൻ നാം കൂട്ടാക്കുന്നില്ല എങ്കിൽ വലിയ പരിതാപകരമാണ്. ഇതാണ് നാം അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൽമു പഠിച്ചവരുടെ കൂട്ടത്തിൽ, അതേപോലെ അതുകൊണ്ട് അമല് ചെയ്തവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് ഓരോ റക്അത്തുകളിലും നിരന്തരം പ്രാർത്ഥിക്കുന്നു. പക്ഷേ അത് പഠിക്കാനുള്ള മാർഗങ്ങൾ, അതിനുള്ള സമയം നാം കണ്ടെത്തുന്നില്ല എങ്കിൽ വളരെ അപകടകരമാണ്. അതുകൊണ്ട് ഇത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. സുമ്മ അലം, പിന്നെ നീ മനസ്സിലാക്കുക, അയ്യുഹൽ ഖാരിഉൽ കരീം, അല്ലയോ വായനക്കാരാ, അന്നൽ ഇൽമൻ നാഫിഅ, നാഫിആയ പ്രയോജനപ്രദമായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇന്നമാ യുസ്തമദ്ദു മിനൽ കിതാബി വസ്സുന്ന, അത് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും എടുക്കപ്പെട്ടതിനാണ് നാഫിആയ ഇൽമ് എന്ന് പറയുന്നത്. തഫഹുമൻ വ തദബ്ബുറൻ, ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കുന്നതിലൂടെയാണ് അത് ലഭിക്കുന്നത്. അതിനെ തദബ്ബുർ ചെയ്യുന്നതിലൂടെയാണ്, ചിന്തിക്കുന്നതിലൂടെയാണ് ഈ പ്രയോജനപ്രദമായ ഇൽമ് ലഭിക്കുക. അതെങ്ങനെയാണ് കരഗതമാക്കുക? മഅൽ ഇസ്തിആനതി അലാ ദാലിക, ഇത് വായിക്കുന്നതിനോടുകൂടെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനോടുകൂടെ തദബ്ബുർ ചെയ്യുന്നതിനോടുകൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? മഅൽ ഇസ്തിആനതി അലാ ദാലിക ബിൽ മുദല്ലിസീന നാസ്ഹിഹീൻ, ഗുണകാംക്ഷയുള്ള അധ്യാപകരുടെ സഹായവും ആവശ്യപ്പെടേണ്ടതുണ്ട്. നേരെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലേക്കും പോയാൽ ഒരു പക്ഷേ കാര്യങ്ങൾ കെട്ടഴിഞ്ഞു വരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഗുണകാംക്ഷികളായ മുദല്ലിസീങ്ങളുടെ സഹായം ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഉലമാക്കളുടെ അല്ലെങ്കിൽ തുല്ലാബുകളുടെ അടുത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇൽമു പഠിക്കേണ്ടത്. അതേപോലെ വക്കുത്തുബി തഫ്സീരി വശുറൂഹിൽ ഹദീസി വക്കുത്തുബിൽ ഫിഖ്ഹി, പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഹദീസിന്റെ വിവരണങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും എന്ത് ചെയ്യുക? വായിക്കുക. ഉലമാക്കളുടെ സഹായം തേടുക, മുദല്ലിസീങ്ങളുടെ സഹായം തേടുക. അതേപോലെ തന്നെ തഫ്സീർ ഗ്രന്ഥങ്ങൾ, ഹദീസിന്റെ ശുറൂഹാത്തുകൾ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുക? വായിക്കുക. അതേപോലെ വക്കുത്തുബിൻ നഹ്വി വൽ ലുഗത്തിൽ അറബിയ്യ, ഭാഷയും പഠിക്കേണ്ടതുണ്ട്. അറബി ഭാഷയും നഹ്വുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളും പഠിക്കുക. അല്ലത്തി നസല ബിഹൽ ഖുർആനുൽ കരീം, കാരണം അറബി ഭാഷയിലാണ് അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ഫഇന്ന ഹാദിഹിൽ കുതുബ ത്വരീഖുൻ ലിഫഹ്മിൽ കിതാബി വസ്സുന്ന, ഈ പറയുന്ന ഗ്രന്ഥങ്ങളാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ളതായ മാർഗം.
തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ, അതേപോലെ ഹദീസിന്റെ വിവരണങ്ങൾ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, ഇത് അധ്യാപകരുടെ സഹായത്തോടെ പഠിക്കുക എന്നുള്ളതാണ് ഫിഖ്ഹ് നേടിയെടുക്കാനുള്ളതായ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ളതായ മാർഗം. അതാണ് ഫവാജിബുൻ അലൈക യാ അഖി അൽ മുസ്ലിം. അതുകൊണ്ട് ഓ മുസ്ലിം സഹോദര, നിന്റെ മേൽ അനിവാര്യമാണ് ലിയകൂന അമലുക സ്വഹീഹൻ, നാം ചെയ്യുന്ന അമലുകൾ അത് സ്വഹീഹായ അമലാകണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കുന്ന അമലാകണമെങ്കിൽ, അൻ തതഅല്ലമ മാ യസ്തഖീമു ബിഹി ദീനുക, നീ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിന്റെ ദീൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നീ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടണം, നോമ്പ് സ്വീകരിക്കപ്പെടണം, ഇതിന് നാം ഇൽമ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത് ചോദിക്കുന്നത് ഏതാണ്? പ്രയോജനപ്രദമായ ഇൽമ നൽകണമേ എന്നാണ്. കാരണം 2ഉം 3ഉം കിട്ടണമെങ്കിൽ, റിസ്ഖ് ഹലാലാകണമെങ്കിൽ, ഹലാലായ സമ്പാദ്യമാണ് നമ്മുടെ പോക്കറ്റിലേക്ക് വരേണ്ടതെങ്കിൽ, അതേപോലെ തന്നെ നമസ്കാരങ്ങളും നോമ്പുകളും എല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? നാഫിയായ ഇൽമ വേണം. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി ചോദിച്ചത് അത് തന്നെയാണ്. അപ്പോ മിൻ സ്വലാത്തിക വസൗമിക വഹജ്ജിക, നിന്റെ നോമ്പ്, നമസ്കാരം, ഹജ്ജ്, ഇങ്ങനെയുള്ള ദീൻ ശരിയാകണമെങ്കിൽ, സ്വീകരിക്കപ്പെടണമെങ്കിൽ നീ പഠിക്കേണ്ടതുണ്ട്. വതതഅല്ലമ അഹ്കാമ സകാത്തി മാലിക്, നിന്റെ സമ്പത്തിന്റെ സകാത്തുമായി ബന്ധപ്പെട്ട വിധികൾ നീ പഠിക്കേണ്ടതുണ്ട്. വകദാലിക തതഅല്ലമ മിൻ അഹ്കാമിൽ മുആമലാത്ത്. അപ്പോൾ ഫിഖ്ഹിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഇബാദത്തുകളാണ്. ഒരു മനുഷ്യൻ മുസ്ലിമായാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവന്റെ ഇബാദത്തുകൾ ശരിയാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ ആദ്യം തന്നെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇബാദത്തുകളാണ് ചർച്ച ചെയ്യുന്നത്. ത്വഹാറത്ത് മുതൽ, ശുദ്ധീകരണം മുതൽ, നമസ്കാരം, അതേപോലെ തന്നെ പിന്നീട് സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ ഇബാദത്തുകളാണ് പറയുന്നത്. ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യം ഏതാണ്? വകദാലിക തതഅല്ലം മിൻ അഹ്കാമിൽ മുആമലാത്ത് മാ തഹ്താജു ഇലൈഹി, നിന്റെ ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആവശ്യത്തിന് നീ പഠിക്കൽ അനിവാര്യമാണ്. അതിന്റെ പൂർണ്ണമായ നിയമങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കച്ചവടവുമായി ബന്ധപ്പെട്ട അനിവാര്യമായ കാര്യങ്ങൾ പഠിക്കണം. അത് ഫിഖ്ഹിലെ 2ാമത്തെ പ്രധാനപ്പെട്ട പാർട്ടാണ്. ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ എന്താണ്? നല്ല റിസ്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ മുആമലാത്തുകളെ കുറിച്ചാണ് ഫിഖ്ഹിൽ ചർച്ച ചെയ്യുക. പലപ്പോഴും ഓരോ മനുഷ്യരും കച്ചവടം ചെയ്യുന്നവരാണ്, ഒന്നെങ്കിൽ വാങ്ങുന്നവരാണ്, വിൽക്കുന്നവരാണ്, ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ളതായ കാര്യങ്ങൾ, അതിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഗൗനിക്കില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മുആമലാത്തുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ആവശ്യത്തിന്. ലിതഅഖുദ മിൻഹാ മാ അബാഹ അല്ലാഹു ലക, അല്ലാഹു നിനക്ക് അനുവദിച്ച് നൽകിയതിൽ നിന്ന് നീ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. വതതജന്നബ മിൻഹാ മാ ഹറമ അല്ലാഹു അലൈക, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതിനെ നീ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? വെടിയാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. മുആമലാത്തുകൾ പഠിക്കേണ്ടതുണ്ട്. ലിയകൂന കസ്ബുക ഹലാലൻ വ ത്വആമുക ഹലാലൻ, നിന്റെ സമ്പാദ്യം ഹലാലാകാൻ വേണ്ടിയിട്ട്, നിന്റെ ഭക്ഷണം ഹലാലാകാൻ വേണ്ടിയിട്ട്. ലിതകൂന മുജാബദ് ദഅവ, ഏറ്റവും പ്രധാനം അതാണ്. മറ്റൊരു കാര്യം, അതായത് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? സമ്പാദ്യം ശരിയാകണം, ഹലാൽ ഹറാമുകൾ പരിഗണിക്കണം. എന്നാൽ മാത്രമേ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? നീ ദീൻ പഠിക്കൽ അനിവാര്യമാണ്. എങ്കിലേ നിന്റെ സമ്പാദ്യം ഹലാലായി തീരുകയുള്ളൂ. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ദുആകൾക്ക് ഉത്തരം നൽകുകയുള്ളൂ. കുല്ലു ദാലിക മിമ്മാ തമസ്സു ഹാജതുക ഇലാ തഅല്ലുമി, ഇതെല്ലാം തന്നെ ഒരു മനുഷ്യൻ അനിവാര്യമായും പഠിക്കുക എന്നുള്ളതിലേക്ക് നിന്റെ ആവശ്യം അങ്ങേറ്റമാണ്. ഇക്കാരണങ്ങളാൽ കൊണ്ട് തന്നെ വഹുവ മൈസൂറുൻ ബിഇദ്നില്ലാഹി മതാ മാ സഹഹത് അസീമതുക വസലഹത് നിയ്യതുക. ഈ ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു പറയാണ്, ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. അപ്പൊ ഇത് പഠിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് എളുപ്പമുള്ള കാര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ അസീമത്തുക്ക്, പക്ഷെ എന്ത് വേണം? നല്ല അസീമത്ത് വേണം, ദൃഢമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്.
ചിലപ്പോൾ ഒരു ആരംഭ ശൂരത്വം എന്നതുപോലെ എന്ത് ചെയ്യുക, തുടക്കത്തിൽ കുറച്ച് നല്ല ആവേശമുണ്ടാവുക, അതിനുശേഷം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അസീമത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറച്ച തീരുമാനമെടുക്കണം. ഞാൻ പഠിക്കും, ഓരോ ദിവസവും ഖുർആനിൽ ഇത്ര ഭാഗങ്ങൾ, ഹദീസ്, ഫിഖ്ഹ്, ഓരോ മസാലകൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളത് ഉറച്ച തീരുമാനം വേണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു അസീമത്തിന് വേണ്ടിയിട്ട്, ദൃഢമായ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിന്റെ നെയ്യത്ത് ശരിയാവുക എന്നുള്ളതും അനിവാര്യമാണ്. നമ്മുടെ അമലുകൾ ശരിയാക്കാൻ, സ്വർഗപ്രവേശനം ലഭിക്കാൻ, നരകമോചനം ലഭിക്കാൻ ഇഖ്ലാസ് അനിവാര്യമാണ്. ഇത് മുഖേന എന്താൻ പാടില്ല, വേറെ ഭൗതികമായ നേട്ടങ്ങളാകാൻ പാടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ മേനിനടിക്കാനാകാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കണം എന്നുള്ള ശരിയായ നെയ്യത്തോട് കൂടിയിട്ട് ദൃഢമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പമുള്ള കാര്യമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഫഹ്രിസ് അലാ ഖിറാഅത്തിൽ കുതുബിൻ നാഫിഅ, പ്രയോജനപ്രദമായ കിതാബുകൾ വായിക്കുന്നതിൽ നീ ഉത്സാഹമുള്ളവനാവുക, ഈ നല്ല ഹെർസുള്ളവനാവുക. പ്രയോജനകരമായ കിതാബുകൾ നീ വായിക്കുക. വത്തസിൽ ബിൽ ഉലമാ, അതേപോലെ തന്നെ പണ്ഡിതന്മാരുമായിട്ട് ഉലമാക്കളുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക. ലിതസ്അലഹും അമ്മാ അഷ്കല അലൈക്, എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ അവരോട് തീർക്കുക. വതതലഖ അൻഹും അഹ്കാമ ദീനിക, നിന്റെ ദീനിന്റെ നിയമങ്ങൾ അവരിൽ നിന്ന് ചെയ്യുക, നീ സ്വീകരിക്കുക. ഇമാം അവറുകളുടെ, ഷെയ്ഖ് അവറുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണത്. وكذلك عليك أن تعنى بحضور الندوات والمحاضرات الدينية, ദീനി പ്രഭാഷണങ്ങൾ, ദീനി മജ്ലിസുകൾ, അതിൽ പങ്കെടുക്കുന്നതിനും നീ എന്ത് ചെയ്യേണ്ടതുണ്ട്, വലിയ പരിഗണന കൊടുക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലത്തി തുഖാമു ഫിൽ മസാജിദി വഗൈരിഹ, പള്ളികളിലും അതല്ലാത്ത സ്ഥലങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന ദീനി മജ്ലിസുകൾ, പ്രഭാഷണങ്ങൾ, ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, ഇതിൽ നീ എന്ത് ചെയ്യണം, നിരന്തരം പങ്കെടുക്കണം. വതസ്തമിഅ ഇലൽ ബറാമിജി ദീനിയത്തി മിനൽ ഇദാഅ, ദൂരസ്ഥലങ്ങളിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ദീനി പ്രോഗ്രാമുകൾ ഉണ്ടാകും. ഇന്ന് വളരെ എളുപ്പമാണ്. ഭാഷ അറിയുന്ന ആളുകൾക്ക്, ഭാഷ അറിയില്ലാത്ത ആളുകൾക്കും വ്യത്യസ്ത ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ള സംസാരങ്ങൾ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള മാർഗങ്ങളുമുണ്ട്. പരിശ്രമിക്കണമെന്നേ ഉള്ളൂ. പഴയകാലത്തെ സംബന്ധിച്ചിടത്തോളം ദീനിന് ധാരാളം മാർഗങ്ങളുണ്ടെന്ന്. അഹ്ലു സുന്നയുടെ വളരെ പ്രമുഖരായ കിബാറുകളായ ഉലമാക്കളുടെ ദർസുകൾ, അതേസമയം അവർ ഹറമിലിരുന്നും മറ്റുമെല്ലാം നിർവഹിക്കുന്ന ദർസുകൾ കേൾക്കാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും ആളുകൾ ഈ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ് അതുപോലുള്ളതായ മാർഗങ്ങൾ. പക്ഷേ അത് ഈ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. പല ആളുകളും അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നിഷിദ്ധമായ കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നു. പക്ഷേ അള്ളാഹു അനുഗ്രഹമായി നൽകിയിരിക്കുന്ന ഇതുപോലുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ളതായ പ്രോഗ്രാമുകൾ കേൾക്കുക നിരന്തരം. ദീനിന്റെ മസാലകൾ ചർച്ച ചെയ്യുന്ന മാഗസിനുകൾ, അതേപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ, ഇതെല്ലാം നീ വായിക്കുക. ഫൈദാ ഹരിസ്ത, അങ്ങനെ നീ നല്ല തൽപരനാണ് എങ്കിൽ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ നന്മയുടെ സ്രോതസ്സുകളെ നീ നിരന്തരം ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ, എപ്പോഴെങ്കിലും ഇടക്ക് നോക്കുക എന്നുള്ളതല്ല, നിരന്തരം ചിട്ടയോടെ നീ അതിനെ ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ, നമത് മാലൂമാത്തുക്, നിന്റെ അറിവുകൾ അത് വളർന്നുകൊണ്ടിരിക്കും. വസ്തനാറത്ത് ബസീറത്തുക്, നിന്റെ ഉൾക്കാഴ്ച, നിന്റെ ഇൽമ് അത് പ്രകാശം വെച്ചുകൊണ്ടിരിക്കും. നിരന്തരം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പ്രോസസ്സിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വലാ തൻസ യാ അഖി, അതേപോലെ തന്നെ അല്ലയോ സഹോദര, നീ മറന്നു പോകരുത്. അന്നൽ ഇൽമ യൻമു വയസ്കൂ മഅൽ അമൽ, ഇൽമ വളരണമെങ്കിൽ, അത് പുഷ്ടിക്കണമെങ്കിൽ അമൽ കൂടിയേ തീരൂ. ഇൽമ പഠിക്കുന്നു പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അമൽ ചെയ്യുന്നില്ല എങ്കിൽ അത് കീഴ്പോട്ട് പോകും, അതിന് വളർച്ചയുണ്ടാവുകയില്ല. ഇൽമ വളരുന്നത് അതുകൊണ്ട് അമൽ ചെയ്യുമ്പോഴാണ്. ഫൈദാ അമിൽത ബിമാ അലിംത, നീ പഠിച്ച കാര്യങ്ങൾ അമൽ ചെയ്യുകയാണ് എങ്കിൽ, സാദകല്ലാഹു ഇൽമ, അല്ലാഹു നിന്റെ ഇൽമിൽ എന്ത് ചെയ്യും, വർദ്ധന നൽകിക്കൊണ്ടിരിക്കും. കമാ തഖൂലുൽ ഹിക്മത്തുൽ മഅ്സൂറ, ഒരു ഹിക്മത്തിൽ പറയുന്നത് പോലെ, ഒരു ആപ്തവാക്യത്തിൽ പറയുന്നത് പോലെ, മൻ അമില ബിമാ അലിമ, ആരാണോ പഠിച്ചത് കൊണ്ട് പ്രവർത്തിക്കുന്നവൻ, ഔറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയില്ലാത്ത കാര്യങ്ങൾ അവൻക്ക് എന്ത് ചെയ്യും, അവൻ അനന്തരമായിട്ട് കൊടുക്കും.
പഠിച്ച കാര്യങ്ങൾ ഒരാൾ എന്ത് ചെയ്യുമ്പോൾ അത് പ്രാവർത്തികമാക്കുമ്പോൾ പഠിക്കാത്ത കാര്യങ്ങൾ വീണ്ടും 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 എന്ത് ചെയ്യും? അള്ളാഹു അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വർദ്ധനവ് ലഭിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അമൽ ചെയ്യേണ്ടതുണ്ട്. ചെറിയൊരു മസാലയാണ് പഠിച്ചത് നമസ്കാരത്തിൽ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ചെറിയൊരു മസാല പഠിച്ചു, അത് പ്രാവർത്തികമാക്കുക. എങ്ങനെയാണ് റുകൂഅ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സുജൂദ്, വുദൂഇൽ നമുക്കറിയാത്തൊരു മസാല നമ്മൾ പഠിച്ചു, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. വയഷ്ഹദു ലിദാലിക ഖൗലുഹു തആല, ഈ പറയുന്ന ആപ്തവാക്യത്തിന് അള്ളാഹുവിന്റെ വാക്യവും തെളിവാണ്. വത്തഖുല്ലാഹ്, നീ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. വയുഅല്ലിമുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിന്നെന്ത് ചെയ്യും? പഠിപ്പിക്കുന്നതാണ്. നിനക്ക് സൂക്ഷ്മതയുണ്ട് എങ്കിൽ, അതായത് ഹലാൽ ഹറാമുകളെ വിധിവിലക്കുകളെ ശരിയാവിധം നീ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നിനക്ക് ഇൽമ നൽകും എന്നാണല്ലോ പറയുന്നത്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നീ അള്ളാഹുവിനെ തഖ്വ ചെയ്തോ, അള്ളാഹു നിന്നെ പഠിപ്പിക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ്. അപ്പൊ തഖ്വ പാലിക്കുക എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യുക, പഠിച്ചിരിക്കുന്ന ദീനിന്റെ വിധിവിലക്കുകളെ പാലിക്കുക, എങ്കിൽ അള്ളാഹു കൂടുതൽ എന്ത് ചെയ്യും? ഇൽമ നൽകും. വൽഇൽമു അഹഖു മാ തുസ്റഫു ഫീഹി ഔഖാത്ത്, ഒരു മനുഷ്യൻ പല കാര്യങ്ങളിലും സമയം ചെലവഴിക്കുന്നുണ്ട്. സമയം ചെലവഴിക്കാൻ ഏറ്റവും അർഹമായിരിക്കുന്നതായ കാര്യം ഏതാണ്? ഇൽമു പഠിക്കാനാണ്. എന്തെല്ലാം കാര്യത്തിന് ഒരു മനുഷ്യൻ സമയം ചെലവഴിക്കുന്നുണ്ടോ അതിലേക്ക് ഏറ്റവും ഉത്തമമായ ഏറ്റവും അർഹമായ കാര്യം ഇൽമു പഠിക്കാനുള്ളതാണ്. ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. വയതനാഫസു ഫീ നൈലിഹി ദവുൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മത്സരം കാണിക്കും. ഫീഹി തഹ്യൽ ഖുലൂബ് വതസ്കുൽ അമാൽ, അത് മുഖേനയാണ് ഹൃദയം ജീവിക്കുക, അമലുകൾ ശുദ്ധീകരിക്കപ്പെടുക. ഇൽമു കിട്ടുമ്പോഴാണ്. ഇൽമു കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ജീവനുണ്ടാകും, അല്ലെങ്കിൽ ഹൃദയം മരിച്ചു പോകും. അതേപോലെ തന്നെ അമലുകൾ ശുദ്ധിയാവുകയും ചെയ്യും. വലഖദ് അസ്നല്ലാഹു ജല്ല ദിക്റുഹു വതഖദ്ദസത് അസ്മാഉഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചിട്ടുണ്ട്. അവന്റെ ദിക്ർ മഹത്വമേറിയതാണ്, അവന്റെ അസ്മാഉകൾ പരിശുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചു. എന്തിനാണ് പ്രശംസിച്ചത്? അലൽ ഉലമാഇൽ ആമിലീൻ, ഇൽമ് പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്ത ആളുകളെ, അമൽ ചെയ്യുന്നവരായ ഉലമാക്കളെ അല്ലാഹു പ്രശംസിച്ചു. വറഫഅ മൻ ശഅനിഹിം ഫീ കിതാബിഹിൽ മുബീൻ, അവരുടെ കാര്യങ്ങൾക്ക് അല്ലാഹു ഉയർച്ചയും നൽകി. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു പറയുന്നു, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇൽമ നേടിയവരും ഇൽമ ഇല്ലാത്ത ആളുകളും സമമാകുമോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമാണ് ഉറ്റാലോചിക്കുന്നവർ. അപ്പോ ബുദ്ധിയുള്ള ആളുകളുടെ പ്രത്യേകതയാണത്. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരിക്കലും സമന്മാരാവുകയില്ല. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസികളായ ആളുകളെ അല്ലാഹു ഉയർത്തുന്നു. വല്ലദീന ഊതുൽ ഇൽമ, അതേപോലെ തന്നെ ഇൽമ നൽകപ്പെട്ടവരെയും ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുകയാണ്, അവരുടെ പദവികൾ അല്ലാഹു ഉയർത്തുന്നു. എന്നിട്ട് പറയുന്നു, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന് പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുസന്നിഫ് പറയുകയാണ്, ഫബയ്യന സുബ്ഹാനഹു വ തആല മീസത്തൽ ലദീന ഊതുൽ ഇൽം, ഇവിടെ ഇൽമ പഠിച്ച ആളുകളുടെ പ്രത്യേകത അല്ലാഹു വിവരിക്കുകയാണ്. അൽ മുഖിറൂന ബിൽ ഈമാൻ, മീസത്തൽ ലദീന ഊതുൽ ഇൽമ അൽ മുഖിറൂന ബിൽ ഈമാൻ, ഈമാൻ അടിയുറച്ച ഇൽമ നേടിയിരിക്കുന്നതായ ആളുകളുടെ, നൽകപ്പെട്ട ആളുകളുടെ സവിശേഷത. എന്നിട്ട് അല്ലാഹു പറയാണ്, സുമ്മ അഖ്ബറ അന്നഹു ഖബീറുൻ ബിമാ നഅമലു, എന്നിട്ട് അല്ലാഹു പറയുന്നു, നാം അല്ലാഹു ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമാ നഅമലുഹു വ മുത്തലിഉൻ അലൈഹി, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, അതേപോലെ അതിലേക്ക് അല്ലാഹു സൂക്ഷ്മമായി നോക്കുന്നവനാണ്. ഇത് എന്താണ് അറിയിക്കുന്നത്? ലിയദുല്ലന അലാ അന്നഹു ലാ ബുദ്ദ മിനൽ ഇൽമി വൽ അമലി മഅ, ഇൽമു പഠിച്ചാൽ അതിന്റെ കൂടെ തന്നെ എന്തും വേണം? അമലും വേണം എന്നുള്ളതിലേക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുകയാണ്, ഇൽമ നൽകപ്പെട്ടവർക്ക്, ഈമാനുള്ളവർക്ക് അള്ളാഹു ദർജകൾ ഏറ്റി നൽകും. എന്നിട്ട് തൊട്ടുടൻ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആര് കാണുന്നുണ്ട്? അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, എന്ത് വേണ്ടതുണ്ട്? അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. وأن يكون كل ذلك صادرا عن الإيمان ومراقبة الله سبحانه, ഇതെല്ലാം ഒരാൾക്ക് ലഭിക്കുക നല്ല ഈമാനിൽ നിന്നും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ളതായ ഉറച്ച വിശ്വാസത്തിൽ നിന്നുമാണ്.
വനഹ്നു അമലൻ ബിവാജിബി തആവുനി അലൽ ബിർരി വത്തഖ്വ. എന്നിട്ട് ഇതിന്റെ ഒടുക്കത്തിൽ മുസന്നിഫ് പറയുകയാണ്, നന്മയുടെ മേലും തഖ്വയുടെ മേലും പരസ്പരം സഹകരിക്കുക എന്നുള്ള നിർബന്ധ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ സനുഖദ്ദിമു ലക ബിഹൗലില്ലാഹി, അല്ലാഹുവിന്റെ കഴിവുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്, മിൻ ഖിലാലി ഹാദൽ കിതാബി, ഈ കിതാബിലൂടെ بعض المعلومات من الرصيد الفقهي الذي استنبطه لنا علماؤنا ودونوه في كتبهم. മുൻകഴിഞ്ഞിരിക്കുന്ന ഫുഖഹാക്കൾ ഉലമാക്കൾ അവർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിരിക്കുന്നതായ ഫിഖ്ഹിന്റെ അവശേഷിപ്പുകൾ, അതിലുള്ള മഅലൂമാത്തുകൾ നാം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഇതിലൂടെ സമർപ്പിക്കുകയാണ്. അത് ഷേഖ് അവറുകളുടെ വിനയത്തെ സൂചിപ്പിക്കുന്നതാണ്. മുൻകഴിഞ്ഞിരിക്കുന്ന ഉലമാക്കളുടെ പരിശ്രമത്തിന് വില കൽപ്പിക്കുകയും ചെയ്യുകയാണ്. അവര് ക്രോഡീകരിച്ചിരിക്കുന്ന നിർദ്ധാരണം ചെയ്തിരിക്കുന്ന ഫിഖ്ഹിന്റെ മസാലകൾ എന്ത് ചെയ്യുന്നു, നാം ഇവിടെ നൽകുന്നു. സനുഖദ്ദിമു ലക മാ തയസ്സറ മിൻ ദാലിക, അതിൽ നിന്ന് എളുപ്പമായ ചില കാര്യങ്ങൾ നാം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ലഅല്ലഹു യകൂനു ദാഫിഅൻ ലക അലൽ ഇസ്തിഫാദതി വൽ ഇസ്തിസാദതി മിനൽ ഇൽമി നാഫിഅ, അതൊരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇൽമ് കരഗതമാക്കുന്നതിലേക്കും കൂടുതൽ ഫായിദ എടുക്കുന്നതിലേക്കും നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാകാം, ഒരു ആമുഖം എന്നുള്ള നിലയിൽ, ഒരു തുടക്കം എന്നുള്ള നിലയിൽ. വനസ്അലുല്ലാഹ അൻ യുമിദ്ദനാ വഇയ്യാക ബിൽ ഇൽമി നാഫിഅ, അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നാഫിആയ ഇൽമ് എനിക്കും നിങ്ങൾക്കും ലഭിക്കാൻ വേണ്ടിയിട്ട്. വയുവഫ്ഫിഖനാ ലിൽ അമലി സ്വാലിഹ്, നാം ഏവർക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ തൗഫീഖ് ലഭിക്കാനും വേണ്ടിയിട്ട്. വനസ്അലുഹു സുബ്ഹാനഹു അൻ യുരിയനൽ ഹഖ്ഖ ഹഖ്ഖൻ വയർസുഖന ഇത്തിബാഅ, ഹഖ് ഹഖായി മനസ്സിലാക്കി തരുവാനും അതിനെ പിന്തുടരുവാനും. വയുരിയനൽ ബാത്തില ബാത്തിലൻ വയർസുഖന ഇജ്തിനാബ, ബാത്തിലിനെ ബാത്തിലാക്കി മനസ്സിലാക്കി തരുവാനും അതിനെ വെടിയാനും വേണ്ടിയിട്ട് അതിനുള്ള തൗഫീഖിനും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇന്നഹു സമീഉൻ മുജീബ്, അവൻ എല്ലാം കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണ്. ഇതാണ് ഇതിന്റെ ആമുഖത്തിൽ മുസന്നിഫ് ഹഫിളഹുല്ലാഹ് നൽകിയിരിക്കുന്നതായ ദീൻ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത എന്നതിനെ സംബന്ധിച്ചുള്ളതായ വിവരണം. ഇതിനുശേഷം ഇനി കിതാബു ത്വഹാറത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ത്വഹാറത്തുമായ ബന്ധപ്പെട്ടിരിക്കുന്ന അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമി യഥാവിധം പഠിക്കാൻ അതനുസരിച്ച് അമൽ ചെയ്യാൻ നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.